നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. നമ്മൾ പാരൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, 6 മാസം മുന്നേ കുഞ്ഞുങ്ങൾക്ക് ആഹാരങ്ങൾ കൊടുക്കാവോ, സോളിഡ് ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം WHO റൂൾ അനുസരിച്ച് 6 മന്ത്സ് വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ പണ്ടത്തെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മന്ത് മുതൽ നമുക്ക് സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു റൂൾ എന്ന നിലയ്ക്ക് കൊണ്ടുവരാൻ തന്നെ കാരണം പല പഠനങ്ങളിലൂടെയും കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ കാരണങ്ങളെന്ന് വെച്ചാൽ 6 മാസം മുന്നേ തന്നെ നമുക്ക് സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിൽ ഒന്ന് നമ്മൾ നോക്കുമ്പോൾ അലർജി ഇഷ്യൂസാണ് മെയിൻ കാണുന്നത്. കാരണം പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 6 മന്ത്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഓരോ ഗ്രെയിൻസുകൾ നമ്മൾ കൊടുക്കുമ്പോൾ മൾട്ടിഗ്രെയിൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളത് പറയും. കാരണം ഏത് ഗ്രെയിൻസിലാണ് അലർജി ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ സ്ലോലി ആയിട്ടാണ് നമ്മൾ മൾട്ടിഗ്രെയിൻ, അത് 1 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് നമ്മൾ മൾട്ടിഗ്രെയിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതും. അത് അലർജീസിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുന്നതും. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായത് ഡൈജഷൻ ഇഷ്യൂസാണ്. ഡൈജഷൻ ആവാനുള്ള ചാൻസസ് കുറവായിരിക്കും. കാരണം ഈ ഒരു പാല് മാത്രം കുടിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ സഡനായിട്ട് ഒരു സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് ദഹിക്കാനുള്ള പാടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. മാത്രമല്ല കിഡ്നി ഇമ്മച്യൂർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫങ്ഷനും വളരെയധികം കുറവ് തന്നെയായിരിക്കും. അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷനും ഒക്കെ കൂടെ ചേർന്നിട്ട് ഈ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് അല്ലാതെ ഇരിക്കുന്നിടത്തോളം കുഞ്ഞുങ്ങൾക്ക് ഡൈജഷനിൽ പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ഡയേറിയ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾ വൊമിറ്റിംഗ് ആയിട്ട് നന്നായിട്ട് കണ്ടുവരുന്നുണ്ട്. സ്റ്റൂളിൽ ബ്ലഡ് സ്ട്രെയിൻ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നേരത്തെ തന്നെ ഫുഡ് കൊടുക്കാൻ പാടില്ല, സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത് അല്ലേ? കാരണം അതിലുള്ള പ്രോട്ടീനും ഇമ്മ്യൂണിറ്റിയും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്നത് കുറവായിട്ട് നമുക്ക് കണ്ടുവരാം. കാരണം മറ്റു ഫുഡുകളുടെ ടേസ്റ്റുകൾ ഇഷ്ടപ്പെട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്നത് കുറവാണ്. അപ്പോൾ അത്ര കിട്ടേണ്ട ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒബീസിറ്റി, അതൊരു വളരെ വലിയൊരു ഫാക്ടറാണ്. ഒബീസിറ്റി കൂടാനുള്ള ചാൻസസും കൂടുതലാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ചബ്ബിയായിട്ടിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ നമ്മൾ ഫോഴ്സ് ചെയ്തായിരിക്കും ചില ഫുഡുകൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓവറായിട്ട് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രമിക്കാറുണ്ടാവും. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒബീസിറ്റി കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും ഒരു 4-5 റീസൺസ് കൊണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് 6 മാസത്തിന് ശേഷം മാത്രം സ്ലോലി ആയിട്ട് നമ്മൾ സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്യുക. എന്താ പറയുക, സ്ലോലി ആയിട്ടൊന്നും ഗ്രാജുവലി അതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയാവും. നമ്മൾ എപ്പം മുതലാണ് നമുക്ക് സെമി സോളിഡ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുക എന്ന് ചോദിക്കാൻ, കുഞ്ഞിൻ്റെ ഹെഡ് കൺട്രോൾ കംപ്ലീറ്റ് ആവണം. നമ്മളൊരു 4-5 മന്ത്സൊക്കെ ഫുള്ളായിട്ട് ഹെഡ് കൺട്രോൾ കംപ്ലീറ്റ് ആവും. സോ ആ സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങളെ ചാരി ഇരുത്തി ഫുൾ ഹെഡ് കൺട്രോൾ ഒക്കെ ആയി ട്രങ്കിൻ്റെ ആ ഒരു മൂവ്മെൻറ്റൊക്കെ കറക്റ്റ് ആയതിനു ശേഷം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ചോക്കിങ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആസ്പിറേഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു പ്രോപ്പർ സിറ്റിംഗ്, നമുക്കിപ്പം സെൽഫ് സിറ്റിംഗ് ആവണം എന്നില്ല, കുഞ്ഞുങ്ങളൊന്ന് സ്ട്രെയിറ്റ് ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതിയാവും. അപ്പം നമുക്ക് ചാരി ഇരുത്തി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഫുഡ് സീറ്ററൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ഒരു സീറ്ററിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ചെറിയ സ്പൂണിൽ ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫുൾ ഹെഡ് കൺട്രോളൊക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല ചിലവർ എന്താ പറയുക, കാലിൽ കിടത്തിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫീഡിങ് പോസ്റ്ററിലൊക്കെ ആയിട്ടായിരിക്കും ഇതുപോലെ ഫുഡ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ആസ്പിറേറ്റ് ആവാനും ചോക്കിങ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ എപ്പോഴും അപ്രൈറ്റ് പൊസിഷനിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി വേണം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 6 മന്ത്സ് മുന്നേ ഫുഡ് കൊടുക്കാതിരിക്കുക. അതുവരെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ്
കുഞ്ഞുങ്ങൾക്ക് നല്ലത്. പ്രത്യേകിച്ച് പ്രീ ടേം ആകുമ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, അവരുടെ EDD കാൽക്കുലേറ്റ് ചെയ്ത് 6 months ആണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അത് എല്ലാവരും ശ്രദ്ധിക്കണം. മിക്കവരും പ്രീ ടേം ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് കൂടുതലാവാം. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഡോക്ടർ എന്നാണ് പറഞ്ഞത് അത് വെച്ചിട്ട് 6 month കുഞ്ഞിന് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം നമ്മൾ സോളിഡ് സ്റ്റാർട്ട് ചെയ്യുക. ഈ സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നാലും അതിനോടൊപ്പം തന്നെ നമ്മൾ ബ്രസ്റ്റ് മിൽക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അത്യാവശ്യമാണ്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.